ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾക്ക് അയച്ച മെസ്സേജ് എങ്ങനെ അൺസെൻഡ് ചെയ്യാം എന്നതാണ്. അത് ഈ സാധാരണ ഒരു മെസ്സേജ് അൺസെൻഡ് ചെയ്യുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, അതായത് ഇൻവൈറ്റ് മെസ്സേജാണ് നമ്മൾ അയച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇൻവൈറ്റ് ഇട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അയച്ച മെസ്സേജ് പോയി. പിന്നെ നമുക്ക് രണ്ടാമത് പിന്നെ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ അവർ അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ നമുക്കത് അൺസെൻഡ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഈ അയച്ചിരിക്കുന്ന മെസ്സേജ് കണ്ടോ, എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇൻവൈറ്റ് സെൻഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ എനിക്ക് ഈ മെസ്സേജ് അൺസെൻഡ് ചെയ്യാനും പറ്റത്തില്ല, ഒന്നും ചേർത്ത മെസ്സേജ് കാര്യം പറയാനും പറ്റില്ല. ഈ അയാൾ അതിന് റിപ്ലൈ തരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ റിഗ്രറ്റ് അടിച്ച് ഇപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് പിന്നെ ഓർക്കുവോ അത് വേണ്ടായിരുന്നു, അതിന് പകരം വേറെ മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു, ഇന്നോലെ അയച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് അടിച്ച് അൺസെൻഡ് ചെയ്യാൻ വരുമ്പോഴായിരിക്കും കാണുന്നത് നമുക്കിത് അൺസെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനെ അൺസെൻഡ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ലോഗിൻ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അതായത് ലോഗിൻ ഇൻസ്റ്റാഗ്രാം. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഉള്ള ഫോണിൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ പറ്റത്തില്ല. നേരെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ തന്നെ നമ്മൾ നിൽക്കുവാണെങ്കിൽ നേരെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോകത്തുള്ളൂ. ഒന്നല്ലേ നിങ്ങൾക്ക് പാസ്വേഡ് അറിയാമെങ്കിൽ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോമിൽ കയറി സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ കയറി ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും പാസ്വേഡും കൊടുത്ത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ കാണും, എന്ന് വെച്ചാൽ അവിടെ എവിടെയെങ്കിലും കാണും. അതിനകത്ത് പോയിട്ട് ചാറ്റിൽ കയറിയിട്ട് ആർക്കാണോ അൺസെൻഡ് ചെയ്യാനുള്ളത് അയാളുടെ പ്രൊഫൈൽ എടുക്കുക. അയാളുടെ പ്രൊഫൈൽ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അയച്ചത് മെസ്സേജ് അവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ആ മെസ്സേജിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പം ഈ കോപ്പി ഷെയർ സെലക്ട് ഓൾ വെബ് സെർച്ചിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു 3 ഡോട്ട് ഉണ്ടോ, ആ 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അൺസെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്പം മെസ്സേജ് പോയിട്ടുണ്ട്, മെസ്സേജ് പോയി. ഇപ്പം നമുക്ക് നേരെ ആപ്പിലോട്ട് പോയാൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പോയിട്ടുണ്ടോ ഇല്ലയോ. ജസ്റ്റ് ആ ക്രോമിൻ്റെ ടാബൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോകുക. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പോയി ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടെ കയറുക. അപ്പോൾ കയറിയിട്ട് സാധാരണ വരുന്ന പോലെ ചാറ്റ് ലിസ്റ്റ് വന്നിട്ട് അയാളെ നോക്കാൻ നേരത്ത് അയാളുടെ മെസ്സേജ് അവിടുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, സിമ്പിളാണ്. ആകെ ഒരൊറ്റ കുഴപ്പമുള്ളൂ, നമുക്ക് വീണ്ടും മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ അടിച്ച് റിഗ്രറ്റ് അടിച്ചിട്ട് പിന്നെ അത് കൺസെൻറ്റ് ചെയ്യണമെന്ന് തന്നെ നിർബന്ധം പിടിച്ചത് ഒരു ഇതാണെങ്കിൽ മാത്രം ഉപകാരപ്പെടുന്ന ഒരു ഐഡിയ ആണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇതുപോലത്തെ ഇനി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.